ചെങ്ങായിമാരെ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു വിഷുവാശംസ. ഞാനുണ്ടല്ലോ വിഷുവായിട്ട് ഇന്നൊരു നല്ല ദിവസമായിട്ട് നിങ്ങൾക്കൊരു മനോഹരമായ വീഡിയോ കാണിച്ചില്ല. എന്റെ അൻസാരി ഉസ്താദിന്റെ മനോഹരമായ വീഡിയോ. എന്റെ അൻസാരി ഉസ്താദ്, നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ട് പറ്റും ഇത്തരം നന്മകൾ ചെയ്യാൻ വേണ്ടിട്ട്? നിങ്ങളോടല്ലാതെ വേറെ ആരോട് നിരാലംബരായ ഒരു ഹിന്ദുവായ അമ്മക്കും മകക്കും സഹായം ചോദിക്കാൻ വേണ്ടി പറ്റൂ ഉസ്താദ്? അതും എത്ര ധൈര്യത്തിൽ എത്ര സ്നേഹത്തോടെയാണ് അവർ നിങ്ങളോട് സഹായം ചോദിച്ചിട്ടുള്ളത്. ഉസ്താദെ, നിങ്ങളെ തകർക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും ഏതൊക്കെ ആൾക്കാർ ശ്രമിച്ചാലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ദൈവം മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവമില്ലേ, ആ ദൈവങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വെറും 13 വയസ്സുള്ള ഗൗരി എന്ന കുട്ടിയുണ്ടല്ലോ, ഉസ്താദിനെ വിളിച്ച് ഉസ്താദിനോട് ഒരു സഹായം ചോദിച്ചപ്പം ഉസ്താദ് ഉണ്ടല്ലോ, എന്റെ ഉസ്താദ് ഇടം വലം നോക്കാതെ ആ വീട്ടിലേക്ക് പാഞ്ഞു പോയി എല്ലാവരോടും സഹായം ചോദിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ 13 വയസ്സുള്ള ഗൗരി എന്ന കുട്ടിക്ക് ഉസ്താദിനോടുള്ള സ്നേഹവും വിശ്വാസവും നിങ്ങൾക്കുണ്ടല്ല ഈ വീഡിയോ കാണാൻ പറ്റും. വാ. അതെ, എന്റെ പേര് ഗൗരി എന്നാണ്. ഞാൻ മുഹമ്മദ് എന്നാ വിളിക്കണ. എനിക്ക് അച്ഛനില്ല, അമ്മയ്ക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കേ, എനിക്ക് ലിവറിന് കംപ്ലൈന്റ് ആയിട്ട് വയ്യാണ്ടിരിക്കുവാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ചെലവും കാര്യമൊന്നും നോക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. എന്റെ പഠിത്തകാര്യം നോക്കാനാണെങ്കിലും ഒന്നും അമ്മയ്ക്ക് പറ്റണില്ല. അപ്പൊ എനിക്കൊരു ചെറിയൊരു കട ഇടാനായിട്ട് ഉസ്താദ് ഒന്ന് സഹായിക്കുക. നിങ്ങൾ ഈ കേട്ട ശബ്ദമുണ്ടല്ലോ, കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗരി നന്ദനയുടെ ശബ്ദമാണ്. ഗൗരി നന്ദനയുടെ വീടിന്റെ മുന്നിലായിരിക്കുന്നത് ഒരു വാടക വീടാണ്. അത് മാത്രമല്ല, എന്നെ വല്ലാതെ സ്പർശിച്ചൊരു വിഷയം, ഗൗരി നന്ദനയുടെ ഈ വാടക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഹാളിൽ ആദ്യം കാണുന്നത് 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞിന് 11 വയസ്സല്ലേ, 11 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ തന്റെ അച്ഛന്റെ മാലയിട്ട ആ ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. ഗൗരി നന്ദനയുടെ അമ്മ മിനിച്ചേച്ചി മുമ്പ് നമ്മുടെ പള്ളി വന്നിട്ടുണ്ട്, ചെറിയ സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു കിടപ്പ, ഒരു ദിവസമെങ്കിലും സമാധാനത്തോടി സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വീട്ടിൽ കിടക്കണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മളൊക്കെ ചേർന്ന് നിന്നാൽ അതൊക്കെ സാധ്യമാകും. ഇപ്പൊ ഈ മോള് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടണ്ട, പക്ഷേ സ്വന്തമായി അധ്വാനിക്കാൻ, സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് കട ഇട്ടുതരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഇവരെ വീട്ടിൽ വന്നപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് അത് മാത്രം കൊടുത്താൽ പോരാ, ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കും. മിനി ചേച്ചിയുടെ അസുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. മിനി ചേച്ചിക്ക് പറയാനുണ്ട്, എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? ചേച്ചി എന്നോടൊന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ആഗ്രഹം വെച്ചാൽ ഇപ്പൊ ഞാൻ 10-26 വർഷമായിട്ട് വാടക വീട്ടിൽ തന്നെയാണ്. എല്ലായിടത്തുനിന്നും ഇറക്കി വിടും. ഞാൻ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഇറങ്ങി പോയതാണ്. ഈ വീട്ടുകാരൻ തന്നെ ഇറക്കി വിട്ടിട്ട് 10-16,000 രൂപ സംഘടിപ്പിച്ച് കൊടുത്ത് വീണ്ടും കയറിയതാണ്. ഇപ്പൊ വീണ്ടും കുടിശ്ശികയാണ്. എനിക്ക് ഇനിയെങ്കിലും ഇപ്പൊ എനിക്ക് എത്ര നാള് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോ മരുന്ന് കഴിക്കാൻ നിവർത്തിയില്ലാണ്ട് മരുന്നിന് പോകുന്നില്ല. ശ്വാസം മുട്ടുന്നുണ്ട്, എന്റെ വയറ്റിനാണ് എനിക്ക് പ്രശ്നം. സംസാരിക്കണ്ട, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. അപ്പൊ അത്രയും ദയനീയമായ അവസ്ഥ, ലിവർ പേഷ്യന്റ് കൂടെ കംപ്ലൈന്റ് ആണ്. അപ്പം എന്തായാലും നിങ്ങളൊക്കെ കാരുണ്യസ്പർശികളായ മനുഷ്യർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു വിചാരിക്കുന്നു. താഴെ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര, ഈ അവസരത്തിൽ എത്ര ചെറുതാണെങ്കിലും അത് വളരെ വലുത് തന്നെയാണ്. അപ്പൊ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ മനോഹരമായ വീഡിയോന്റെ ബാക്കി വീഡിയോ കൂടി കാണണ്ടേ? ആ 13-കാരി ഗൗരിക്കുട്ടി ഉണ്ടല്ല, ഉസ്താദിനോട് ജീവിക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി ഒരു കടയായിരുന്നു ചോദിച്ചത്. പക്ഷെ തിരിച്ച് ആ കുട്ടിക്ക്, ആ ഗൗരിക്കുട്ടിക്ക് എന്താണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഉസ്താദിനോട് ആ കുട്ടി ഒരു പൂ ചോദിച്ചപ്പോ ഉസ്താദും ഉസ്താദിനെ വിശ്വസിക്കുന്ന ഉസ്താദിന്റെ മതക്കാരും ഇല്ലേ, അവരൊക്കെ കൂടി ആ കുട്ടിക്ക് ഒരു പൂക്കാലം കൊടുത്തു. പൂ ചോദിച്ച ആ ഗൗരിക്കുട്ടിക്ക് ഒരു പൂക്കാലം തന്നെ കൊടുത്തു ഉസ്താദും ഉസ്താദിന്റെ മതക്കാരും കൂടിയിട്ട്. ആ പൂക്കാലം കിട്ടിയ ശേഷം ഗൗരിക്കുട്ടി ഉണ്ടല്ല, ഉസ്താദിന് ഒരു വോയിസ് അയച്ചു കൊടുത്ത്. ആ വോയിസ് കേട്ടപ്പോണ്ടല്ല എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകും. കണ്ണ് നിറയാത്ത ഒരു ടീം ഉണ്ടെങ്കിൽ അതൊരു ടീമിനെ മാത്രമാണ്. ആ ടീമിനെ എന്തായാലും ഈ ഒരു നല്ല ദിവസം ഞാൻ എന്തായാലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് പൂക്കാലം കിട്ടിയതിനു ശേഷം നമ്മുടെ ഗൗരിക്കുട്ടി ഉണ്ടല്ല, ഉസ്താദിന് അയച്ചു കൊടുത്ത ആ വോയിസ് കൂടി ഒന്ന് കേട്ടാലോ? ഉസ്താദെ, വളരെ നന്ദിയുണ്ട് കേട്ടാ. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കടയിടാനും പറ്റി. ഞങ്ങളുടെ കുറെ കാലത്തെ സ്വപ്നമായിരുന്നു ഒരു സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന്. അപ്പൊ അതും നടന്ന് ഞങ്ങൾക്ക്, എൻ്റെ അമ്മയ്ക്കും എനിക്കുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കിട്ടി. ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന്.
എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും വലിയ നല്ല സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളെല്ലാരും കൂടെ ഞങ്ങളുടെ കൂടെ നിന്നതിനും ഞങ്ങൾക്ക് ആ കാര്യമൊക്കെ ചെയ്തു തന്നതിനും. ഇപ്പം കുറച്ചാണെങ്കിൽ കുറച്ച് എനിക്ക് സമ്പാദിക്കാൻ പറ്റിയൊരു കുഞ്ഞു കട ഇട്ട് തന്നതിനും വളരെ നന്ദി. ഞങ്ങൾക്കിപ്പോൾ 3 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടും കൂടെ വെച്ച എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെ സഹായിച്ച ഉസ്താദിനും ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. ഉറപ്പാ. കരച്ചിലും സന്തോഷം എല്ലാം കൂടെ വന്നിട്ട് എന്തെടുക്കും. എല്ലാ പിള്ളേർക്കും സ്വന്തമായിട്ട് വീടുണ്ട്. അവരുടെ കൂട്ടത്തിൽ എനിക്കും കൂടെ ഒരു വീടാകാൻ പോകണമെന്ന് എനിക്കത് പറയാനേ പറ്റണില്ല. ഇപ്പോഴും ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ സ്വപ്നമാണോ എന്നെനിക്കത് തോന്നില്ല. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. ഉസ്താദിനും ജനങ്ങൾക്കും ഉസ്താദിന്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട്. ആ കുട്ടിയുടെ സന്തോഷവും ആ കുട്ടിയുടെയും പ്രാർത്ഥനയും കേട്ട ഒരു മനുഷ്യന് ഇത്രമാത്രം സമാധാനവും ഇത്രമാത്രം സന്തോഷം തരുന്നത് വേറെ എന്ത് കാര്യമാണ്? എത്ര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും എത്ര പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും ഈ കുട്ടിയുടെ പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥനയുടെ അത്രയും ദൈവാനുഗ്രഹം എവിടെയും കിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹജ്ജിന് പോയാൽ കിട്ടുന്ന അത്രയും ദൈവാനുഗ്രഹം ഉണ്ടല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ ഉസ്താദിനും ആ കുട്ടിയെ സഹായിച്ച മറ്റുള്ളവരില്ലേ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഉസ്താദെ, നിങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം വർഗീയവാദികൾ നിങ്ങളെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വേട്ടപ്പട്ടികൾക്കൊന്നും കിട്ടാത്തത്ര ഉയരത്തിലാണ് ഉസ്താദെ നിങ്ങളുടെ സ്ഥാനം. അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലാണ് നിങ്ങളുടെ സ്ഥാനമുള്ളത്. അത്രയും സ്ഥാനം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആ കുട്ടിയുണ്ടല്ല ജോലിക്ക് വേണ്ടി ഒരു കട ചോദിച്ചപ്പോ ആ കുട്ടിക്ക് 3 സെന്റ് സ്ഥലം വീട് വെക്കാൻ വേണ്ടി 3 സെന്റ് സ്ഥലം വാങ്ങാനുള്ള അത്രയും സഹായം എല്ലാവരും ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ആ വർഗീയവാദികൾ തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് നിങ്ങളുള്ളത്. ഓരോ മനുഷ്യന്റെയും ഓരോ നല്ല മനുഷ്യന്റെയും ഹൃദയത്തിലാണ് നിങ്ങളുള്ളത്. എന്തായാലും ഇന്നൊരു നല്ല ദിവസമായിട്ട് ഒരു മനോഹരമായ വീഡിയോ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ അൻസാരി ഉസ്താദിനും ആ കുഞ്ഞ് ഗൗരിക്കുട്ടിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ല വിശ്വാസംസകളും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാനും.